ക്രിസ്മസ് എക്സാമിന് നമുക്ക് വെക്ടറിൽ നിന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആയി ചോദിച്ചൊരു ക്വസ്റ്റൻ ആണിത്. ദ ആംഗിൾ ബിറ്റ്വീൻ എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ. ആംഗിൾ ബിറ്റ്വീൻ എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ എന്ന് പറയുമ്പോൾ ഇത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. എ ക്രോസ് ബിയുടെ ക്രോസ് പ്രൊഡക്റ്റിന്റെ റൂൾ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? എ ക്രോസ് ബി എന്ന് പറയുന്നത് മൈനസ് ബി ക്രോസ് എ ആണ്. അപ്പൊ നമ്മുടെ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും അല്ലെ? സ്ഥിരമായിട്ട് പണ്ടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ലെറ്റ് എ എന്ന് പറഞ്ഞാൽ ഐ മൈനസ് ജെ. നമ്മളിങ്ങനെ ഒരു വെക്ടർ വരുമ്പോൾ എ എഴുതി ഐ മൈനസ് ജെ ആണ്. ഐ മൈനസ് ജെ, അവിടെ കെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി അതിന് 0 ചെയ്ത് കൊടുക്കാം. ഇല്ലാത്ത ടേം അവിടെ 0 കൊടുക്കാം. ദെൻ സെക്കൻഡ് വൺ ബി എന്ന് പറയുമ്പോൾ അവിടെ ഇല്ലാത്ത ടേം ഏതാ? 3j മൈനസ് കെ ആണ്. അപ്പൊ അവിടെ ഐയുടെ ടേം ഇല്ല. അപ്പൊ നമുക്ക് അതിന് എന്ത് കൊടുക്കാം? 0i മൈനസ് 3j മൈനസ് കെ എന്ന് കൊടുക്കാം. അങ്ങനെ ഓർഡർ ആക്കി എഴുതിയില്ലെങ്കിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. അപ്പൊ നമ്മൾ ഏത് ടേം ആണോ ഇല്ലാത്തത് അതിന് നമ്മൾ 0 ചേർത്തൊന്ന് ജനറൽ ആക്കി എഴുതണം. ദെൻ സിയുടെ ടേം എന്ന് പറയുമ്പോൾ വെക്ടർ സി എന്ന് പറയുമ്പോൾ 7i മൈനസ് കെ ആണ്. അവിടെ ഇല്ലാത്ത വൈയുടെ ടേം ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? 7i മൈനസ് 0j മൈനസ് കെ കിട്ടി. അപ്പൊ നമുക്ക് 3 വെക്ടറും ഫസ്റ്റ് ടൈമിൽ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് വെക്ടർ ഡി വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്ന് പറഞ്ഞേക്കണേ. അവിടെ നമുക്ക് വെക്ടർ ഡി തന്നിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആ വെക്ടർ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് xi പ്ലസ് yj പ്ലസ് zk എന്ന് കൊടുക്കാം. വെക്ടർ ഡിക്ക് നമ്മൾ വാല്യൂ കൊടുക്കുക xi പ്ലസ് yj പ്ലസ് zk എന്ന് കൊടുത്തു. ഇനി നമ്മളോട് പറഞ്ഞേക്കണേന ഈ ഡി എന്ന് പറയുന്നത് എന്തിന് പെർപെൻഡിക്കുലർ ആണ്? ഈ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാം ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ആണെങ്കിൽ ഡി ഡോട്ട് എ ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഫോർമുല? മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി ഇൻറ്റു കോസ് തീറ്റയാണ്. അപ്പൊ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ തീറ്റ സമം 90 ഡിഗ്രി വരും. അപ്പൊ കോസ് 90 എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അതാണ് എ ഡോട്ട് ബി എന്തായിരിക്കും? അവിടെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ 0 ആയിരിക്കും. അപ്പൊ ഡി പെർപെൻഡിക്കുലർ ടു എ എന്ന് പറഞ്ഞാൽ ഡി ഡോട്ട് എ 0 ആയിരിക്കും. അതുപോലെ ഡി പെർപെൻഡിക്കുലർ ടു ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഡി ഡോട്ട് ബി ഈക്വൽ ടു 0 വരും. അപ്പൊ 2 കണ്ടീഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇത് വെച്ച് വേണം നമുക്ക് 2 ഇക്വേഷൻ അവിടെ ഫോം ചെയ്യാം. ഇനി അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ ഡി ഡോട്ട് എ 0 ആണ്. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? xi പ്ലസ് yj പ്ലസ് zk ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോട്ട് ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഡോട്ട് എ എഴുതാം. ഡി ഡോട്ട് എ ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ xi പ്ലസ് yj പ്ലസ് zk ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? ഐ മൈനസ് ജെ ആണ് അല്ലെ? ഡോട്ട് ഐ മൈനസ് ജെ പ്ലസ് 0k വരും. ഡോട്ട് പ്രോഡക്റ്റിനകത്ത് നമുക്കറിയാം ഐ ഡോട്ട് ഐ മാത്രമേ 1 വരുള്ളൂ. ജെ ഡോട്ട് ജെ 1 വരും. കെ ഡോട്ട് കെ 1 വരും. ഐ ഡോട്ട് ജെ വന്നാൽ അപ്പോൾ അത് 0 ആയി പോകും. അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് ഒറ്റയടിക്ക് എഴുതാലോ. എക്സ് ഐ ഡോട്ട് ഐ വരുമ്പോൾ എക്സ് വരും. ഇനി മൈനസ് വൈ ജെ എക്സ് മൈനസ് വൈ വരും. ഇനി ഇസഡിന്റെ ടേം എന്തായി പോകും? അവിടെ 0 ആയി പോകും. അപ്പൊ നമുക്ക് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 ഇക്വേഷൻ നമ്പർ 1 കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്താണ്? ഡി ഡോട്ട് ബി കൊടുത്ത് അടുത്ത ഇക്വേഷൻ കണ്ടുപിടിക്കണം. സി ഡോട്ട് ഡി 1 ആണെന്നും കൂടെ തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ 3 ഇക്വേഷൻ ഫോം ചെയ്യണം. ഫസ്റ്റ് വൺ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണം? എ ബി സി എന്ന് പറഞ്ഞ 3 വെക്ടറും ജനറൽ ഫോമിലാക്കണം. xi പ്ലസ് yj പ്ലസ് zk രൂപത്തിലാക്കി. അപ്പൊ ഇല്ലാത്ത ടേം എന്താണോ അതിന് നമ്മൾ 0 കൊടുത്തു. അപ്പൊ എയും ബിയും സിയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് കൊടുത്തു? xi പ്ലസ് yj പ്ലസ് zk എന്ന് കൊടുത്തു. ഇനി ഈ ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡി ഡോട്ട് എ ഈക്വൽ ടു 0 ആയിരിക്കും. ഡി പെർപെൻഡിക്കുലർ ടു ബി ആണെങ്കിൽ സെയിം മോഡലിൽ ഡി ഡോട്ട് ബി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ഡി ഡോട്ട് എ 0 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? xi പ്ലസ് yj പ്ലസ് zk ആണ് ഡി എന്ന് പറഞ്ഞത്. ഡോട്ട് ഏതുമായിട്ടാണ്? എയുമായിട്ട് വരും. അപ്പൊ എക്സ് ഇൻറ്റു 1 നോക്കിയാൽ മതി. y ഇൻറ്റു -1. z ഓൾറെഡി 0 ആണ്. z ഇൻറ്റു 0 എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് അത് ഈക്വൽ ടു എന്ത് കിട്ടി? 0 കിട്ടി. ഒരു ഇക്വേഷനായി. ഇനി ഇതുപോലെ അടുത്ത ഡി ഡോട്ട് ബി കൊടുത്ത് കണ്ടുപിടിക്കണം. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഡി ഡോട്ട് ബി. ഡി ഇസ് പെർപെൻഡിക്കുലർ ടു ബിയും ആണ്. അപ്പൊ ഡി ഡോട്ട് ബി ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ഫോർമ വെക്ടറാണ് എടുത്തേക്കണേ. xi പ്ലസ് yj പ്ലസ് zk വരും. ദെൻ ഡോട്ട് ബി എന്ന് പറഞ്ഞ ഏതാണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 0i പ്ലസ് 3j മൈനസ് k വരും. അപ്പൊ x ഇൻറ്റു 0 ഓൾറെഡി 0 ആയിപ്പോയി. ഇനി y ഇൻറ്റു 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 3y വരും. ഇനി പ്ലസ് z ഇൻറ്റു -1 ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് z ഈക്വൽ ടു 0 ഇക്വേഷൻ നമ്പർ 2 കിട്ടും. നമ്മൾ അതിനകത്ത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐ ഡോട്ട് ഐ മാത്രമേ 1 വരുന്നുള്ളൂ.
ഐ ഡോട്ട് ജെ എന്ന് പറയുമ്പോൾ ഓൾറെഡി 0 ആയതുകൊണ്ട് ആ ടൈം നോക്ക് വരെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അടുത്ത് നമുക്ക് തന്നിട്ടുണ്ട് സി ഡോട്ട് ഡി ഈക്വൽ ടു ഓൾറെഡി 1 ആണെന്ന് തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7i മൈനസ് 0j മൈനസ് കെ ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് xi പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ് ഈക്വൽ ടു 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ വീണ്ടും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. 7 ഇൻറ്റു എക്സ് 7x വരും, മൈനസ് 0 ഇൻറ്റു വൈ 0 ആയി പോയി എഴുതേണ്ട ആവശ്യമില്ല, മൈനസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് ഈക്വൽ ടു 1 ആവും. ഇക്വേഷൻ നമ്പർ 3 കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് 3 ഇക്വേഷൻ കിട്ടി. ഇനി ഇവിടെ നോക്കുക, നമുക്ക് കിട്ടിയേക്കണ ആദ്യത്തെ 2 ഇക്വേഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉപയോഗിച്ച് എക്സ് വൈ സെഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടിയത് നമുക്ക് ഏതാ മക്കളെ, എക്സ് മൈനസ് വൈ 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത് കിട്ടിയേക്കുന്ന ഇക്വേഷൻ 3y മൈനസ് ഇസഡ് ഈക്വൽ ടു 0 ഇക്വേഷൻ നമ്പർ 2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉപയോഗിച്ച് നമ്മൾ ഡിറ്റർമിൻ്റെ മെത്തേഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എക്സ് ഇവിടെ വൈ ഇസഡ്, ഇവിടെ ആദ്യത്തെ ഇക്വേഷനകത്ത് എക്സിന്റെ സ്ഥാനത്ത് 1, വൈ എന്ന് പറയണ ഓൾറെഡി -1, ഇസഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ 0 കൊടുത്തു. രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് 0, വൈയുടെ സ്ഥാനത്ത് 3, ഇസഡിന്റെ സ്ഥാനത്ത് നമ്മൾ -1 കൊടുത്തു. ഡിറ്റർമിൻ്റ് എടുക്കണം. ഡിറ്റർമിൻ്റെ വാല്യൂ ഫോം തന്നെയാണ് നമുക്ക് ഇവിടെ എളുപ്പവും. അപ്പൊ ഇവിടെ നോക്കി എക്സ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിൻ്റ് എടുക്കുമ്പോൾ വെക്ടറായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ എക്സ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് വയ്ക്കും, നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ -1 ഇൻറ്റു -1 +1 വരും. ദെൻ -3 ഇൻറ്റു 0 0 ആയി പോകും. ഇനി വൈയുടെ ടേം ഇക്വേറ്റ് ചെയ്യുമ്പോൾ വൈ ഡിവൈഡഡ് ബൈ എന്ത് വരും, ഇവിടെ ഈ റോയും ഈ കോളവും പോകും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ -y കൊടുത്താൽ കുഴപ്പമില്ല, -y കൊടുക്കുക. അപ്പോൾ നേരെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു -1 -1 വരും. 0 ഇൻറ്റു 0 0 ആയി പോകും. ഇനി അടുത്ത ഇസഡിൻ്റെ ടേം ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 3 3 വരും. 0 ഇൻറ്റു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. ഇത് എന്തിനോട് ഈക്വൽ ആവും, ഒരു കോൺസ്റ്റന്റ് കെയുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് x/1 ഈക്വൽ ടു ഫസ്റ്റ് 1 ഈ കെ വരും. അപ്പോൾ x ഈക്വൽ ടു നമുക്ക് കെ കിട്ടും. രണ്ടാമത്തെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ -y/- 1 ഈക്വൽ ടു കെ വരും. നമ്മൾ നേരെ ഈ മൈനസ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ y ഈക്വൽ ടു കെ വരും. മൂന്നാമത്തെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ z/3 ഈക്വൽ ടു കെ വരും. അപ്പോൾ അവിടെ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ z ഈസ് ഈക്വൽ ടു 3k വരും. ഇനി ഈ കിട്ടിയ എക്സ് വൈ സെഡ് നമ്മൾ എവിടെ കൊടുക്കും, ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കും. ആ കെ തിരിച്ച് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വെക്റ്റർ ഇക്വേഷനാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഇതിനകത്ത് നമുക്ക് ആദ്യം ഇത് 3 ഇക്വേഷനും 3 വേരിയബിളും ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ 2 ഇക്വേഷൻ ഉപയോഗിച്ച് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉപയോഗിച്ച് പുതിയ എക്സ് വൈ സെഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആദ്യത്തെ ഫസ്റ്റ് ഇക്വേഷനകത്ത് എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഇല്ല. അപ്പോൾ എക്സ് വൈ ഇസഡ് കൊടുക്കുക. 3 ലെറ്റർ ആണുള്ളത്, എക്സ് വൈ ഇസഡ്. ദെൻ സെക്കൻഡ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന്റെ ടേം തന്നെ കോഎഫിഷ്യന്റ് 1 വരും, വൈയുടേത് -1 വരും, ഇസഡ് ഇല്ലാത്തതുകൊണ്ട് 0 കൊടുക്കണം. മൂന്നാമത്തേൽ എക്സ് 0 ആണ്, അപ്പോൾ 0 കൊടുത്തു, വൈ 3 വരും, ഇസഡ് -1 കൊടുത്തു. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഡിറ്റർമിൻ്റ് ഇങ്ങനെ ഡിറ്റർമിൻ്റ് ഇട്ട എളുപ്പമുണ്ട്, നിങ്ങൾക്ക് ഡിറ്റർമിൻ്റ് ഉപയോഗിച്ചാൽ മതി. എക്സ് എന്ന് പറയുമ്പോൾ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനകത്ത് ഇൻറ്റു എഴുതുമ്പോൾ നമ്മളിത് നേരെ കൂടെ ഡിനോമിനേറ്ററിലേക്ക് എഴുതുക. അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ -1 ഇൻറ്റു -1 3 ഇൻറ്റു 0. അപ്പോൾ അവിടെ 0 ആയിപ്പോയി, അപ്പോൾ 1 ആയില്ല ഇവിടെ. ഇനി -y എടുക്കുമ്പോൾ 1 ഇൻറ്റു -1 -1 വരും. ദെൻ -0 ഇൻറ്റു 0 0 വരും. ഇസഡ് എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 3 -0 -1 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ x/1 എന്ന് പറഞ്ഞ കെ, അതിനകത്ത് നമ്മൾ ഇതൊരു കോൺസ്റ്റന്റ് കെ ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ x/1 എന്ന് പറഞ്ഞ കെ, അപ്പോൾ x ഈക്വൽ ടു കെ. ഇനി -y/-1 എന്ന് പറഞ്ഞ കെ, അപ്പോൾ y ഈക്വൽ ടു കെ. ഇനി അടുത്ത മൂന്നാമത്തെ z/3 ഈക്വൽ ടു കെ, z ഈക്വൽ ടു കെ, 3k കിട്ടി. ഈ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും എല്ലാം വാല്യൂ ഈ തേർഡ് ഇക്വേഷനിൽ കൊടുത്ത് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എന്താ മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ കിട്ടി. വൈയുടെ വാല്യൂ നമുക്ക് കെ കിട്ടി. ഇസഡിൻ്റെ വാല്യൂ നമുക്ക് 3k കിട്ടി. ഇത് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 7x - z ഈസ് ഈക്വൽ ടു 1 ആണ് തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 7 ഇൻറ്റു കെ മൈനസ് ഇസഡിൻ്റെ സ്ഥാനത്ത് 3k ഈക്വൽ ടു 1 വരും. ഇനി 7k - 3k എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4k വരും. 4k ഈക്വൽ ടു 1 വരും. അപ്പോൾ k ഈക്വൽ ടു 1/4 വരും. അപ്പോൾ കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുത്താൽ പോരെ. അപ്പോൾ നമ്മൾ ഡി എന്ന് പറഞ്ഞാൽ നേരെ എന്താണ്, xi + yj
വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ് നമ്മുടെ വാല്യൂ ഡി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് കെ ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 കിട്ടും. ഇനി വൈ എന്ന് പറയുന്നത് കെ ആയതുകൊണ്ട് വൈയും 1/4 കിട്ടും. ഇസഡ് എന്ന് പറയുന്നത് 3k ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 1/4 വരും. ഇനി ഇതെല്ലാം നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ ഡി ഈക്വൽ ടു എക്സ് ഐ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഐ, വൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ജെ, ദെൻ ഇസഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 കെ വരും. എല്ലാത്തിനകത്തും നമുക്കൊരു 4 കോമൺ ആണ്, വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1/4 വെക്ടർ ഡി ഈസ് ഈക്വൽ ടു 1/4 പുറത്തെടുത്തു. ഐ പ്ലസ് ജെ പ്ലസ് 3k ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത്? 1/4 × ഐ പ്ലസ് ജെ പ്ലസ് 3k ആണ്. സെക്കൻഡ് ഇയറിനകത്ത് ചെറിയ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ ഷോർട്ട് വീഡിയോസും നിങ്ങൾക്ക് കണ്ടു പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ കാര്യവും പഠിക്കുമ്പോൾ വെറുതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാതെ ഓരോ ടോപ്പിക്കും കൺസെപ്റ്റുകളും കണ്ടന്റുകളും നന്നായി മനസ്സിലാക്കി പഠിച്ചു പോവുക. ഇനിയുള്ള ടൈം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്സ് ബുദ്ധിമുട്ടായ +2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന ക്ലാസ്സുകാരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയുള്ള 2 മാസം മാക്സിമം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നല്ല മാർക്ക് കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും.